ജയശേഖരൻ സാറേ, UDF ഇലക്ഷൻ ക്യാമ്പയിൻ കൺവീനറായിട്ടുള്ള രമേശ് ചെന്നിത്തല കേരളത്തിൽ ഇപ്പോൾ പണിയൊന്നുമില്ല എങ്കിലും പുള്ളി UDF ഇലക്ഷൻ ക്യാമ്പയിൻ കൺവീനറാണ്. പുള്ളിക്കാരൻ ഇന്ന് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. വളരെ അപൂർവമായിട്ടാണ് പുള്ളിക്കാരൻ ഇപ്പോൾ ഇൻ്റർവ്യൂ കൊടുക്കുന്നതെന്നല്ല, എടുക്കാനായിട്ട് ആൾക്കാർ പുള്ളിക്കാരൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. പുള്ളിക്കാരൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയൻ മുസ്ലിം പ്രീണനം നടത്തുകയാണെന്നാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി, അതിഭീകരമായിട്ട് ഞെട്ടിപ്പോയി. ഇത് രമേശ് ചെന്നിത്തലയാണോ? ഞാൻ കണ്ണൊക്കെ തിരുമ്പി ഒരു വട്ടം കൂടെ നോക്കി, പുള്ളി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് തോന്നുന്നു. അതെ, രണ്ട് കാലിലും പിടിക്കാൻ ഞാനുള്ളപ്പം എന്തിനാ ഈ പിണറായി ഇടയ്ക്ക് പിടിക്കാൻ വരുന്നത്? ഇത് രണ്ടും ചെയ്യാൻ ഇവിടെ ഞാനുണ്ട്. രണ്ട് കാലിലും കെട്ടിപ്പിടിച്ചിരിക്കാൻ ഞാൻ അത് തിരുമ്പുകയും ചെയ്യുന്നുണ്ട്, വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട്. ഒരു കാലം സ്പെയർ ചെയ്യാൻ ഞാൻ തയ്യാറില്ല എന്ന് കൃത്യമായിട്ട് പറയുകയാണ് ചെന്നിത്തല. പിന്നെ ഇപ്പം മനുഷ്യ ചോദിച്ചിനകത്ത് വേറൊരു കാര്യമുണ്ട്. ചെന്നിത്തല അങ്ങനെ ഒരു തൊഴിലില്ലാത്ത ആളാന്ന് വിചാരിക്കണ്ട. ഞാൻ അതല്ല പറഞ്ഞത്. കോൺഗ്രസിന് പണ്ടേ ഒരു രീതിയുണ്ട്. കോൺഗ്രസിന്റെ 969 ശേഷമുള്ള തുറുപ്പിച്ചിട്ടായിരുന്നു കെ കരുണാകരൻ. കോൺഗ്രസ് തോക്കുമ്പോഴൊക്കെ ഈ മനോരമയും അവരുടെ കൂടെ നിൽക്കുന്നവരും ഒക്കെ കരുണാകരനെ അങ്ങ് പൊക്കിക്കൊണ്ടുവരും. ജയിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് കരുണാകരനെ ഇറക്കാനുള്ള പണി നോക്കും. ഇവിടെ പ്രതിപക്ഷ സ്ഥാനത്ത് എപ്പോഴും കരുണാകരൻ ഇരിക്കുന്ന കംഫർട്ടബിൾ. കാരണം ഇവിടുത്തെ ഹിന്ദുക്കളിൽ കുറച്ച് പേരുടെ പിന്തുണ വേണം, ക്രിസ്ത്യൻ കേരള കോൺഗ്രസ് വർഗീയ പ്രസ്ഥാനങ്ങളുടെ പിന്തുണ വേണം, മുസ്ലിം ലീഗിൻ്റെ ഉണ്ട്, എല്ലാം കൂടെ കൂട്ടി വന്നെങ്കിൽ ജയിക്കാൻ പറ്റുള്ളൂ. ഇത് തന്നെ ഇവർ വിമോചന സമര കാലത്തും കാണിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ വന്നപ്പോഴും ആദ്യം വന്ന പട്ടംതാണ്ടുകളെ പുറത്തിറക്കാൻ വേണ്ടി ശങ്കറേയും പി ടി ചാക്കയോട് ഒന്നിച്ച് ചേർത്ത് ചെയ്തു. ശങ്കർ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക്, അല്ല, പട്ടംതാണ്ടുകളെ മാറിക്കഴിഞ്ഞ് ഗവർണറായിട്ട് പോയി. ശങ്കർ വന്നു കഴിഞ്ഞപ്പം ശങ്കറെ പുറത്ത് കളയാൻ വേണ്ടിയിട്ടും പിന്നെ പരിശ്രമമായി പി ടി ചാക്ക കൊണ്ടുവരാൻ വേണ്ടി. പി ടി ചാക്ക മരിച്ചുപോയി, ആ പണി നടന്നില്ല. ആർ ശങ്കർ എന്ന് പറഞ്ഞ കേരളത്തിൻ്റെ പ്രഗത്ഭനായ മുഖ്യമന്ത്രി അങ്ങനെ തന്നെ ഇരുന്നോളെ, ഇറക്കാൻ പറ്റിയില്ല. പക്ഷെ പിന്നീട് 69 വന്നപ്പം വീണ്ടും EMSന്റെ സർക്കാർ വന്നപ്പോൾ ഇവർ കണ്ടൊരു വിദ്യ, അന്ന് തൊട്ട് കണ്ടൊരു വിദ്യയാണ്. എന്ന് പ്രതിപക്ഷത്തിരിക്കുന്നു അന്ന് കരുണാകരനായിരിക്കും പ്രധാനപ്പെട്ട ആള്. ഭരണം പിടിച്ചു കഴിയുമ്പം കരുണാകരനെ ഇറക്കാൻ നോക്കും എന്ന് പറഞ്ഞതുപോലെ രമേശിനെ KPCC പ്രസിഡന്റാക്കിയത് എപ്പോഴാണ്? ഭരണം കയ്യില്ല സമയത്ത്. ഭരണം കിട്ടുമെന്നല്ല അവസ്ഥ. 2021 ഇലക്ഷൻ ഉണ്ടായത്. 19 ഇലക്ഷൻ 20-ൽ 19 സീറ്റും കോൺഗ്രസ് ജയിച്ചു. UDF ജയിച്ചു കഴിഞ്ഞിടത്ത് അസംബ്ലി ഇലക്ഷൻ വന്നാൽ രമേശിനൊരു സാധ്യത ഉണ്ടെന്ന് കണ്ട സന്ദർഭത്തിലാണ് രമേശിനെ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടിയെ തിരിച്ചു കൊണ്ടുവന്നിട്ട് രമേശിൻ്റെ പ്രാധാന്യം ഇല്ലാതാക്കിയത്. അപ്പോൾ രമേശിനെ അവരൊരു ഉപകരണമായിട്ട് ഉപയോഗിക്കും കോൺഗ്രസിനകത്തെ വർഗീയ ശക്തികൾ. അതതിനകത്തെ കാര്യം. അപ്പം പിന്നെ ഈ രമേശ് ചെന്നിത്തല ആ ഇൻ്റർവ്യൂവിൽ ഒരു കാര്യം പറയുന്നുണ്ട്, 2004 BJPയുടേത് ആവർത്തിക്കും. അതായത് BJP തോറ്റു തുഞ്ഞം പാടും. എൻ്റെ ഒരു സ്ഥിരം ഡൗട്ടാണ് സാറേ, രമേശ് ചെന്നിത്തല എന്തിനാണ് ഈ പ്രസ്താവനകൾ, ഒരു പക്കാ പൊളിറ്റീഷ്യൻ ആണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം രമേശ് ചെന്നിത്തലയുടെ ഏത് വിഷയം ചോദിച്ചാലും പുള്ളിക്കാരന് കോമൺ ആയിട്ട് പറയാൻ കുറേ കാര്യങ്ങൾ കാണും. അതിനകത്ത് എന്ത് പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെക്കണം, പ്രധാനമന്ത്രി രാജിവെക്കണം, മനസ്സിലായില്ലേ? എന്ത് വന്നാലും ഇപ്പോൾ മന്ത്രിസഭ രൂപീകരിച്ചാലും രൂപീകരിച്ചില്ലെങ്കിലും മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്നത് പോലെയാണ്. പുള്ളിക്കാരൻ എന്തിനാണ് ഈ അബദ്ധ ജടിലമായിട്ടുള്ള ജൽപ്പനങ്ങൾ നടത്തുന്നത്? 2004 ആവർത്തിക്കാൻ പോകുന്നില്ല എന്ന് ഇവിടെ കൊടികെട്ടിയ മാധ്യമ പ്രവർത്തകർ പോലും പറയുന്നുണ്ട്. പിന്നെന്താ പുള്ളിക്ക് എന്താ പ്രശ്നം? അല്ല, അവിടെ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, രമേശ് ചെന്നിത്തല പ്രഗത്ഭനായൊരു നേതാവാണെന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. അങ്ങനെ പറയുന്നതിന് എനിക്ക് കാരണങ്ങളുമുണ്ട്. അത് വേറെ, അത് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞാൻ അഭിപ്രായ വ്യത്യാസം ആദ്യം തന്നെ പറയുന്നു. ആയിക്കോട്ടെ. പക്ഷെ അതേ സമയത്ത് തന്നെ ചെന്നിത്തല 2004 ആവർത്തിക്കുകയെന്ന് പറഞ്ഞത് അത് ഒന്ന് രാഷ്ട്രീയ കണക്കൂട്ടൽ എന്തെങ്കിലും ചെയ്യുന്ന ഒരാളിന് ഒരിക്കലും അംഗീകരിക്കാൻ വയ്യാത്ത കാര്യമാണ്. അതിന് കാരണം 400-ന് മീതെ സീറ്റ് ഈ 24-ൽ കിട്ടുമെന്ന് മോദി പറയുന്ന ആ ഒരു പ്രതീക്ഷയുണ്ടല്ലോ. ആ പ്രതീക്ഷ തിളങ്ങുന്ന ഭാരതം എന്ന് പറയുന്ന 2004 ഇലക്ഷന് അടൽജി കൊണ്ടുവന്ന ആ മുദ്രാവാക്യവുമായിട്ട്, അത് അന്ന് ഷൈനിങ് ഇന്ത്യ എന്ന് പറഞ്ഞതിന് ഇപ്പം അപ്കി ബാർ 400 പാർ എന്ന് പറയുന്ന മോദിയുടെ കാര്യവുമായിട്ട് താരതമ്യം ചെയ്യുന്നത്. പക്ഷെ ഇവിടെ 2-3 കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ, ആ സാധ്യത
ഗ്രൗണ്ട് റിയാലിറ്റി, പൊളിറ്റിക്കൽ റിയാലിറ്റി, അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യത്തിൽ ഒരു കഥ, ഇതിപ്പം ചെന്നിത്തല മാത്രമല്ല, ജയറാം രമേശ് ഇത് പറഞ്ഞിട്ടുണ്ട്, രാഹുലും ഒന്നും പ്രാവശ്യം പറഞ്ഞെന്ന് തോന്നുന്നു. വയറ്റിപ്പഴപ്പ്. പക്ഷെ അവർ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്, ആ കാലവുമായിട്ട് വലിയ വ്യത്യാസമുണ്ട്. ഒറ്റ കാര്യം ഞാൻ പറയാം. അന്ന് മനേകാ ഗാന്ധി അടൽജിയോട് ആവശ്യപ്പെട്ടു, ഈ ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള ട്രസ്റ്റുകളൊക്കെ ഉണ്ട്, ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള ട്രസ്റ്റുകൾ, തീൻമൂർത്തി, ആ സംഗതിയൊക്കെ, അതിൽ നിന്നൊക്കെ സോണിയയെ പിടിച്ചിറക്കിയിട്ട് എന്നെ അവിടെ ഇരുത്തണം എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് ഞാനും ഇന്ദിരയുടെ ഡോക്ടറിലാണ്, BJP ഭരിക്കുമ്പോൾ ഞാനായിരിക്കണം ചുമതലയെന്ന് പറഞ്ഞു. വാജ്പേയി പറഞ്ഞു വേണ്ട. വാജ്പേയിക്ക് എപ്പോഴും വളച്ചാൽ മതി, ഓടിക്കണ്ടെന്നുള്ള മനോഭാവക്കാരായിരുന്നു. അപ്പം ഒരു പരിധി വരെയൊക്കെ വാജ്പേയി, അതുപോലെ ഒരു കാര്യം ഓർക്കണം, അന്ന് വാജ്പേയി ഭരിക്കുന്ന കാലത്ത് വിദേശത്തുനിന്ന് ആര് ഡിഗ്നിറ്ററീസ് വന്നാലും, ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മന്ത്രിയൊക്കെ വന്നാലും, പ്രധാനമന്ത്രി വാജ്പേയിയെ കാണുന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ സോണിയാഗാന്ധിയും കാണുമായിരുന്നു. പുള്ളി ഒരു വാജ്പേയി ഒരു അല്ല, ഞാൻ ചോദിക്കുന്നത്, ഈ കാലത്ത് ആരെങ്കിലും പ്രതിപക്ഷ നേതാവിനെ കാണാൻ വേണ്ടി സോണിയെ കാണാൻ ഏതെങ്കിലും വരുന്നൊരു പോറുണ്ടോ? ചോദിക്കേണ്ട ആവശ്യം പോലും ഇല്ല, ആരും പോകാൻ. അത് പോകുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നില്ലെങ്കിൽ, അതാണ് മോദിയുടെ ഭരണ മാറ്റത്തിൻ്റെ, വാജ്പേയിയിൽ നിന്നുള്ള മോദിയിലേക്കുള്ള വളർച്ചയാണ് പ്രത്യേകത. രണ്ടാമത്തെ കാര്യം, ഏതാണ്ട് 2014 ശേഷം വേണ്ടത്ര പണം ഉണ്ടാക്കി കഴിഞ്ഞെങ്കിലും ഡീമോണിറ്റൈസേഷൻ കഴിഞ്ഞതോടുകൂടി തകർന്നു. കള്ളപ്പണം, കയ്യിലുണ്ടായിരുന്ന കള്ളപ്പണത്തിൻ്റെ നല്ലൊരു ശതമാനത്തിൻ്റെ മേളിലുള്ള പിടിവിട്ടു. പുതുതായിട്ട് പണം ഉണ്ടാവേണ്ട സാഹചര്യം വന്നിട്ടില്ല. അതുപോലെ 2004 തെരഞ്ഞെടുപ്പ് ജയിക്കുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നത് കൊണ്ട് വിദേശ രാജ്യങ്ങളുടെ ഫണ്ട്, ചൈന, പാകിസ്ഥാൻ, അമേരിക്ക തന്നെ ഞാൻ പറയും, അവിടെ നിന്നുള്ള ഫണ്ടും വേണ്ട ഫ്ലോ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫണ്ടിൻ്റെ കാര്യത്തിൽ കുറവുണ്ട് എന്ന് ഒരു കാര്യം ഓർക്കണം. 2004 ഇതെല്ലാം കാണിച്ചിട്ടും 145 സീറ്റേ കിട്ടിയുള്ളൂ. BJPക്ക് 138 7ൻ്റെ വ്യത്യാസമുള്ളൂ. പിന്നെ വേറൊന്ന്, 2004 ഈ INDIA എന്നൊരു സാധനം ഇല്ലായിരുന്നു. ഓരോ പാർട്ടിക്കാരും അവരുടെ കാര്യം, നമ്മൾ ചീട്ട് കളിക്കുമ്പോൾ തനിപ്പിടി എന്ന് പറയുന്ന പോലെ അത്രേ ഉള്ളൂ. ഈ INDIA ഉണ്ടാക്കിയെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മോദിയുടെ വീണ്ടും വരവിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഘടകമായിരിക്കും INDIA. ഇത് അടുത്ത വിഷയം. എല്ലാം കഴിഞ്ഞ അവസാനം അന്ന് സോണിയയോ രാഹുലോ ഒന്നും പ്രധാനമന്ത്രിയാവുമെന്ന് പറഞ്ഞിട്ടൊന്നും അല്ല അന്ന് മത്സരിച്ചത്. അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ 145 കിട്ടുകയില്ലായിരുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുപോലും ഇല്ലാത്ത രാഹുലിനാണ് സാധ്യത. ഇപ്പം പറയുമ്പം തലയ്ക്കകത്ത് ആൾസഞ്ചാരമുള്ള ആരെങ്കിലും കൂട്ടി. അതാണ് ഞാൻ ആദ്യമേ. ഇനി വേറൊന്നും ഒരു കാര്യം, അത് രാഷ്ട്രീയ പ്രശ്നമാണ് ഞാൻ എടുത്ത് പറയുകയാണ്. അന്ന് 20-ൽ കൂടുതൽ സീറ്റ് കിട്ടാൻ സാധ്യതയുള്ള കുറേ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. CPM-ന് 20 കൂടുതലുണ്ടായിരുന്നു, DMK-ക്ക് ഉണ്ടായിരുന്നു, അങ്ങനെ കുറേ പ്രസ്ഥാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്കൊന്ന് പറഞ്ഞു തരാമോ, INDIA മുന്നണിക്കകത്ത് ഏതെങ്കിലും ഒരു പാർട്ടി ഉണ്ടോ 20-ൽ കൂടുതൽ സീറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഒറ്റ പാർട്ടി? TMCക്കില്ല. ഏറ്റവും കൂടുതൽ സാധ്യത TMCക്കാണ്. TMCക്കില്ല, നമ്മുടെ RJDക്കില്ല, മുലായം സിംഗ് യാദവിൻ്റെ പാർട്ടിക്കില്ല, ശിവസേനയ്ക്കില്ല, സ്റ്റാലിൻ്റെ DMKക്കില്ല, CPM-ന് ഇല്ല. CPIക്ക് വഴിയെ പോകണ്ട. ഈ ഒരു സാഹചര്യത്തിൽ 2024 ആവർത്തിക്കുമെന്ന് പറയണമെങ്കിൽ അസാമാന്യ വിവരക്കേട്. ഞാൻ സാർ ഇത്രയും ഗംഭീരമായിട്ട് അതിനെ നമുക്കിത് കീറി മുറിച്ച് പൊളിച്ചടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെന്നിത്തലയുടെ പ്രസ്താവന ആയതുകൊണ്ട് എൻ്റെ ഒരു നിഗമനം അർഹിക്കുന്ന അവജ്ഞതയോടെ തള്ളിക്കളയുക. പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞ വേറൊരു കാര്യമാണ്, ഈ പിണറായി മുസ്ലിം പ്രീണനം നടത്തുന്നു എന്ന് പറയുന്നതിനൊപ്പം തന്നെ പുള്ളിക്കാരൻ പറയുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി മൃദു ഹിന്ദുത്വ സമീപനം നടത്തുന്ന പാർട്ടിയല്ല എന്നാണ് പറയുന്നത്.
എനിക്ക് ചോദിക്കാനുള്ള സാറേ, ഈ കോൺഗ്രസ് മൃദു ഹിന്ദുത്വ സമീപനം നടത്തുന്നില്ല, പിണറായി മുസ്ലിം പ്രീണനം നടത്തുന്നുണ്ട്. അതിൻ്റെ അർത്ഥം പിണറായി മുസ്ലിം പ്രീണനം നടത്തുന്നുണ്ട് എന്നും കോൺഗ്രസ് ഇത് സ്വീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ഹിന്ദുത്വം ഒട്ടും പുലുകുന്നില്ല. അതായത് ഞങ്ങൾ ഹിന്ദുക്കളെ മൈൻഡേ ചെയ്യുന്നില്ല, മറിച്ച് ഞങ്ങൾക്ക് താല്പര്യം പിണറായിയുടെ ആ പ്രീണനം അവിടെ അവസാനിപ്പിച്ചാൽ സാറ് പറഞ്ഞ പോലെ ഞങ്ങളും കൂടെ അവിടെ ചെയ്യാനുണ്ട്. പക്ഷേ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു സാഹചര്യം അനുസരിച്ച് ഈ കേരള സ്റ്റോറി ദൂരദർശനി വന്നേ പിന്നെ നമ്മുടെ കേരളത്തിലെ സുഡാപ്പികളെല്ലാം SDPI ഭയങ്കര രീതിയിലുള്ളൊരു വിഷമത്തിലാണ്. ആ വിഷമം ഇവരെല്ലാം പിണറായി വിജയനും കോൺഗ്രസും എല്ലാം ഒരുമിച്ച് നിന്ന് പ്രതിരോധിച്ചു. കേരള സ്റ്റോറി വർഗീയമാണ്, കേരള വിരുദ്ധമാണ്, അങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ രമേശ് ചെന്നിത്തല ഈ വിഷമിക്കുന്ന രമേശ് ചെന്നിത്തലയുടെ പാർട്ടിയിലുള്ള ചാണ്ടി ഉമ്മൻ തന്നെ ഇപ്പോൾ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ താമരശ്ശേരി രൂപതയും പിന്നെ ചില പള്ളിക്കാരൊക്കെ ഇത് കാണിച്ചിട്ടുണ്ട്. അവർക്കത് കാണിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ എന്നാണ് പുള്ളിക്കാരൻ ചോദിച്ചിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ എങ്ങനെ മാച്ച് ആവും? ഇത് പറയുമ്പോഴേ ഈ കേരള സ്റ്റോറിക്ക് മുമ്പ് ഒരു 1-2 വാചകം എനിക്ക് ഓർമ്മിപ്പിക്കാറുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ യഥാർത്ഥത്തിൽ 2 മുന്നണികൾ, ഇടതുപക്ഷ മുന്നണിയും വലതുപക്ഷ മുന്നണിയുടെയും പേര് പൂർണ്ണമാകുന്നത് ഇടതു വർഗീയ മുന്നണി, വലതു വർഗീയ മുന്നണി എന്ന് പറയുമ്പോഴാണ്. കാരണം മുസ്ലിം ലീഗ് വലതു മുന്നണിയുടെ കൂടെ ഉണ്ട്, കേരള കോൺഗ്രസിൻ്റെ ഒരു ഘടകമുണ്ട്, പിന്നെ കോൺഗ്രസിലെ ആന്റണി വിഭാഗം. ഇവിടെ ഞാൻ ചർച്ച അവസാനിപ്പിക്കാൻ പറ്റില്ല. ഈ 3 കൂട്ടരുള്ളതെന്ന് പറയുന്നത് കൃത്യമായ വർഗീയ അജണ്ട, വർഗീയ രീതി പ്രാക്ടീസ് ചെയ്യുന്ന പ്രസ്ഥാനങ്ങളാണ്. ഒരുപക്ഷെ കോൺഗ്രസിനകത്താണെങ്കിൽ പോലും ആന്റണി ഗ്രൂപ്പിൽ നിൽക്കാതെ കരുണാകര പക്ഷത്തോട്ട് പോയതുകൊണ്ടാണ് ചെന്നിത്തലയ്ക്ക് ഇന്ന് ഈ തലത്തിലേക്കെങ്കിലും വളരാൻ കഴിഞ്ഞത്. ഞാൻ ആധികാരികമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഈ ഇടതു വർഗീയ മുന്നണിയും വലതു വർഗീയ മുന്നണിയും ഒന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ന്യൂനപക്ഷത്തെ പ്രീണനം ചെയ്തില്ലെന്ന് ഇവർക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഇതേ ഇന്റർവ്യൂവിൽ ഒരു സെന്റൻസ് രമേശ് പറയുന്നുണ്ട്, മൈനോറിറ്റീസ് ആർ വിത്ത് അസ്, ന്യൂനപക്ഷം ഞങ്ങളുടെ കൂടെയാണ്. ദെയർ ആർ സം ഹിന്ദുസ് ഓൾസോ, കുറച്ച് ഹിന്ദുക്കളും ഉണ്ടെന്ന്. അല്ല, ഇവർക്ക് എന്താ ഈ ന്യൂനപക്ഷങ്ങളോട് ഇത്ര 2003-ലാണോ 4-ലാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. മൻമോഹൻ സിംഗ് നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്, ഇന്ത്യയിലെ വിഭവശേഷികളുടെ ആദ്യത്തെ അവകാശികൾ ന്യൂനപക്ഷക്കാരാണ്, അത് കഴിഞ്ഞ് മാത്രമേ ഹിന്ദുക്കൾ വരുവുള്ളൂ. എന്താ ഇവർക്ക് ഹിന്ദുക്കളോട്? അത് പാർലമെന്റിൽ പറഞ്ഞതാണ്. ഇവർക്ക് ഹിന്ദുക്കളോട് എന്താ ഇത്ര വിരോധം? അതാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം, അതാണ് വിഷയം. കാരണം ഹിന്ദുവിനെ ഐഡന്റിഫൈ ചെയ്ത് ഹിന്ദുവിനെ വിഭാഗമായി മാറ്റി നിർത്തിയിട്ട് അവഗണിക്കണം, അവഹേളിക്കണം, അരികുവൽക്കരിക്കണം എന്നുള്ളതാണ് ഇവിടെ രാഷ്ട്രീയ നയം. പക്ഷേ രമേശ് ചെന്നിത്തല പോലുള്ള ഒരാളുടെ ഭാഗത്തുനിന്ന്, ടു ബി ഫ്രാങ്ക്, ഞാൻ ഇങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചില്ല. രമേശ് ചെന്നിത്തല ഒരു നിഷ്കളങ്കൻ, നിഷ്പക്ഷൻ കളിച്ച് നടക്കുന്ന ഒരു വ്യക്തിയെ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ പുള്ളി ഇത് നടത്തിയത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവന അല്ല എന്നാണ് എനിക്ക് തോന്നിയത്. അത് പറയാൻ പറ്റുമോ? മീശ നോവൽ വന്നപ്പോൾ രമേശിന്റെ നിലപാടെന്തായിരുന്നു? മാതൃഭൂമി അത് പ്രസിദ്ധീകരിക്കുന്നത് നിർത്തുകയാണെങ്കിൽ ഞാനത് എൻ്റെ മകൻ്റെ പബ്ലിഷിംഗ് ഹൗസിൽ പ്രിന്റ് ഇറക്കാവുന്നല്ലേ രമേശ് എന്ന് പറഞ്ഞത്. ആ രമേശിന്റെ പ്രീണനത്തിന് എന്തെങ്കിലും അവസാനമുണ്ട്? പിന്നെ രമേശിന് വേറൊരു വെടികൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. രമേശിന് വലിയൊരു അബദ്ധം പറ്റി. കള്ളക്കടത്ത് കേസിനകത്ത്, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ നമ്മുടെ BJP പ്രസിഡന്റ് K. സുരേന്ദ്രനുമൊക്കെ ആ വിഷയം മുന്നോട്ട് കൊണ്ടുവന്നപ്പം കൂടെ കൂടി രമേശും ഈ കാര്യം പറഞ്ഞു, ടേക്കപ്പ് ചെയ്തെന്ന് പ്രതിപക്ഷത്തിരുന്നപ്പം. അത് ടേക്കപ്പ് ചെയ്ത ഒറ്റ കാരണം കൊണ്ടാണ്. കാരണം സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ചർച്ച ചെയ്യുമ്പം അതിനകത്ത് മാർക്സിസ്റ്റ് പാർട്ടിയിൽപ്പെട്ടവർ മാത്രമല്ല, മലപ്പുറത്തെയും കോഴിക്കോട്ടെയും കണ്ണൂരെയൊക്കെ സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ച് അറിയാവുന്നവർ ആ കേസുകളിൽപ്പെട്ടവരുടെ പേര് നോക്കിയാൽ അറിയാം. അതിനകത്ത് UDF ബന്ധമുള്ള ഒരു മുസ്ലിം ലീഗുകാരൊക്കെ ഉണ്ടെന്ന്. അതുകൊണ്ട് ആ കള്ളക്കടത്തുകാരുടെ താല്പര്യത്തിന് എതിരായിട്ട് നിന്നതാണ് രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധം. അത് അന്നൊരു കാര്യം ഓർക്കണം. ദേശീയ ചാനലിലൊക്കെ ചർച്ച ചെയ്യുമ്പം കോൺഗ്രസിനെ പിന്തുണ ചെയ്യുന്ന അഡ്വക്കേറ്റ് രാജഗോപാലിനെ പോലെയുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ, അഡ്വക്കേറ്റ് രാജശേഖരൻ നടത്തുന്നു, ഇവരെല്ലാവരും ഒന്ന് പിണറായിക്ക് സപ്പോർട്ടാണ്. കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നവരും അവിടെ എങ്ങനെയാണ്. അതുപോലെ വേറൊരു കാര്യം, സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ KC വേണുഗോപാലോ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു ദേശീയ നേതാവ് കള്ളക്കടത്ത് വിഷയത്തിൽ പിണറായിയെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇതെല്ലാം വെച്ച് പറയുമ്പോൾ അവിടെയൊക്കെ ഉണ്ടായ അബദ്ധം, ആ മുസ്ലിം പിന്തുണ നഷ്ടപ്പെട്ടു. നമ്മൾ പരസ്യമായിട്ട് അറിയുന്നില്ലെങ്കിലും
അങ്ങനെ നഷ്ടപ്പെട്ട ലീഗിൻ്റെയും മുസ്ലിം വർഗീയ പ്രസ്ഥാനങ്ങളുടെയും. അല്ല, അതിനോട് ചേർത്ത് ഇതിൽ തന്നെ ഇന്റർവ്യൂ തന്നെ പുള്ളി പറയുന്നുണ്ട്, CAA, യൂണിഫോം സിവിൽ കോഡ്, ഇതൊക്കെ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ എടുത്ത് തോട്ടിക്കളയും എന്നുള്ള രീതിയിൽ പുള്ളി സംസാരിക്കുന്നുണ്ട്. മുസ്ലിം പ്രീണനം അവിടെ പുള്ളി വേറൊരു വലിയ മണ്ടത്തരം പറഞ്ഞിട്ടുണ്ട്. അത് മണ്ടത്തരം തന്നെ പറയുള്ളൂ. യൂണിഫോം സിവിൽ കോഡ് റിപ്പീൽ ചെയ്യുമെന്ന്. റിപ്പീൽ ചെയ്യുന്നത് എന്തെന്നറിയോ? ഒരു ആക്ട് ഉള്ളപ്പോഴാണ് CAA റിപ്പീൽ ചെയ്യുമെന്ന് പറയാം. യൂണിഫോം സിവിൽ കോഡ് വന്നിട്ടില്ല, അതിനു വേറെ റിപ്പീൽ ചെയ്യുന്നത്. ഇനി അങ്ങ് ചോദിച്ചൊരു വിഷയമുണ്ടല്ലോ, ഈ എന്താ കേരള സ്റ്റോറി. ഈ കേരള സ്റ്റോറി പറയുമ്പോൾ ഞാനൊരു കാര്യം തിരിച്ചങ്ങോട്ട് ചോദിക്കാം. കോവിഡിൻ്റെ കാലത്ത് ആറന്മുളയ്ക്കും പന്തളത്തിനും ഇടയ്ക്ക് ആംബുലൻസ് വെച്ചിട്ട് ഒരു യുവതിയെ പീഡിപ്പിച്ചു. യുവതി എന്ന് പറഞ്ഞ പോരാ, അത് ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട യുവതിയെ പീഡിപ്പിച്ച പ്രതി ലവ് ജിഹാദ് കേസിൽ നേരത്തെ ബന്ധപ്പെട്ടൊരു പ്രതിയാണ്. ആ വിഷയം കേരളത്തിൽ ആരെങ്കിലും ആ പ്രതിക്കെതിരെ കാര്യമായ ശിക്ഷ ഇട്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ അത് കണ്ടിട്ട് പോലും ലവ് ജിഹാദ് അപകടകരമായൊരു സാധനമാണെന്ന് മനസ്സിലാക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇവരെല്ലാം ലവ് ജിഹാദിനൊപ്പം നിൽക്കുന്നവരാണ്. ഇവിടെ നമ്മൾ അറിയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇതിൽ ലവ് ജിഹാദ് ഇല്ല, CAA വരാൻ പാടില്ല, യൂണിഫോം സിവിൽ കോഡ് വരാൻ പാടില്ല, രാഹുൽ ഗാന്ധി പച്ചക്കൊടി ഉയർത്തുന്നത് തടയാൻ പാടില്ല. ഇതൊക്കെയാണ് മുഴുവൻ പ്രീണനങ്ങളാണ്. ഇതൊക്കെ ചെയ്യാൻ ഞങ്ങൾ ഇവിടെ ആൾക്കാരുണ്ട്. പിണറായി ഇത് ചെയ്യാം. ഞങ്ങളുടെ കോൺഗ്രസിന്റെ കൊടി പോലും വേണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ നിങ്ങളെ പ്രീണിപ്പിക്കാൻ തയ്യാറാണ്. അതെ, രമേശ് ചെന്നിത്തല അത് ചെയ്യുന്നുണ്ട്. അപ്പുറത്ത് പിണറായി വിജയൻ അതിന്റെ ഇരട്ടിയായിട്ട് പിണറായി വിജയൻ അധികം ആളാണ്. പക്ഷെ ഒരു കാര്യം, പക്ഷെ പിണറായിയോടൊപ്പം എത്താൻ പറ്റുന്നില്ല എന്നുള്ള വിഷമം കൊണ്ടായി. കൺക്ലൂഡ് ചെയ്യുന്നതിന് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും കേരളത്തിലൊരു വലിയ സർവീസ് ചെയ്തിട്ടുണ്ട്, ഒരു സേവനം ചെയ്തിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞാൽ കേരളത്തിലെ ക്രിസ്ത്യൻ വർഗീയതയുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായ കേരള കോൺഗ്രസുകളെ പലതായിട്ട് ഭിന്നിപ്പിച്ച് അവരുടെ പ്രസക്തി കേരള രാഷ്ട്രീയത്തിൽ ഏതാണ്ട് ഇല്ലാതാക്കി എന്ന് പറയാം. കഴിഞ്ഞ ഇലക്ഷന് പിണറായി ജയിച്ചത് ജോസ് കെ മാണി കൂടെ നിന്നതാണ്. അതുപോലെ തന്നെ ഗൗരവമായ ചർച്ചയ്ക്ക് സമയമായിട്ടില്ലെങ്കിൽ പോലും മുസ്ലിം വർഗീയതയുടെ രാഷ്ട്രീയ ശക്തിയെ ശിഥിലമാക്കി ഇല്ലാതാക്കുന്നൊരു പണിയാണ് ഇപ്പോൾ പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സർവീസ് പിണറായി വിജയൻ ചെയ്തതിൻ്റെ മുന്നോട്ട് പോകട്ടെ. അതുകൊണ്ട് പിണറായി വിജയനും കാലി തിരുമ്പട്ടെ, ചെന്നിത്തലയും കാലി തിരുമ്പട്ടെ. രണ്ട് പേര് കാലി തിരുമ്പിയാലും കേരളത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇടതുവർഗീയ മുന്നണിയും വലതുവർഗീയ മുന്നണിയും ഇല്ലാതാകും. അവിടെ ഭാരതീയ ദേശീയതയുടെ ശക്തി വളരും. ഈ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.